السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا داود وسليمان علما وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين. وورث سليمان داود وقال يا أيها الناس علمنا منطق الطير وأوتينا من كل شيء إن هذا لهو الفضل المبين. وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന് ബോധ്യപ്പെടാവുന്ന തരത്തിൽ തെളിവുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്നാൽ അത് മനസ്സുകൊണ്ട് ബോധ്യപ്പെട്ടെങ്കിലും ധിക്കാരവും അഹങ്കാരവും കൊണ്ട് അതിനെ അയാൾ നിഷേധിച്ചു, ഫിറഔനും അനുയായികളും. അതാണ് വജഹദൂ ബിഹ, അവർ അതിനെ നിഷേധിച്ചു. ജഹദ എന്ന് പറഞ്ഞാൽ ജഹൂദ് എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. ഒരു കാര്യം മനസ്സിലാക്കിയിട്ടും നിഷേധിക്കുന്നതിനാണ് ജുഹൂദ് എന്ന് പറയാം. വജഹദൂ ബിഹ വസ്തൈഖനത്ഹാ അൻഫുസുഹും, അത് ശരിയാണെന്ന് അവരുടെ നഫ്സുകൾ അതിനെ യഖീനാക്കുകയും ചെയ്തു. ഇസ്തൈഖന എന്ന് പറഞ്ഞാൽ യഖീനാക്കി, ഉറപ്പിച്ചു. അത് ശരിയാണ്. മൂസാ നബി അലൈഹിസ്സലാം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൾ കൊണ്ടോ അറിവ് കൊണ്ടോ ചെയ്യുന്നതല്ല, ഏതോ മറ്റൊരു ശക്തിയുടെ, അതായത് മൂസ പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കഴിവാണ് എന്ന് അവരുടെ നഫ്സുകൾ യഖീനാക്കി, അവർക്ക് മനസാക്ഷി അവർ അത് ശരിയാണെന്ന് പറയുന്നു. പക്ഷേ അവർ അതിനെ നിഷേധിച്ചു. എന്തിനാൽ? ളുൽമം വഉദുവ, അക്രമത്താലും അവരുടെ വഉലുവ, അവരുടെ മേൽക്കോയ്മയാലും. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, ആ ഫസാദ് ചെയ്യുന്ന, നാശമുണ്ടാക്കുന്നവരുടെ പരിണിതി എന്തായിരുന്നു എന്ന് നീ നോക്ക്. അതായത് മനുഷ്യന്മാർ പലപ്പോഴും ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല അള്ളാഹുവിൻ്റെ കൽപ്പന
ധിക്കരിക്കുന്നത്. മനസ്സിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ പല കാരണങ്ങളാലും താല്പര്യങ്ങളോ ധിക്കാരമോ, എന്താ അവൻ പറഞ്ഞത് കേൾക്കാൻ ഞാൻ ആരാണ്, ഞാൻ അതിൻ്റെയും അപ്പുറത്തല്ലേ എന്നിങ്ങനെയുള്ള കിബർ, അഹങ്കാരവും അതുപോലെ മറ്റേതെങ്കിലും താല്പര്യങ്ങളുമായിരിക്കും സത്യം മനസ്സിലാക്കുന്നതിന് എതിരായിട്ടുണ്ടാവുക. മനസാക്ഷി ശരിയാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ, സൂറത്തുൽ ഖിയാമയുടെ തുടക്കത്തിൽ കാണാം, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. അതിൻ്റെ തുടർച്ചയിലാണ് അത് കാണുന്നത്. അതായത് നഫ്സുൽ ലവ്വാമത്ത്, നമുക്ക് രണ്ട് തരത്തിലുള്ളൊരു നഫ്സുണ്ട്. നഫ്സുൽ ലവ്വാമ, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു നഫ്സ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണല്ലോ, ചെയ്യാൻ പാടില്ലല്ലോ, എന്തിനു ചെയ്യുന്നു എന്ന് നമ്മളെ ഉള്ളിൽ നിന്ന് ആക്ഷേപിക്കുന്ന ഒരു നഫ്സ്, അതാണ് ലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. അല്ലാഹു തആല അങ്ങനെ ഒരു നഫ്സിനെ, ഒരു നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ്, നമ്മുടെ മനസാക്ഷിക്കുത്ത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയും ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധാ മനസ്സോടുകൂടിയുമാണ്. എന്നാൽ പിന്നെ സാഹചര്യങ്ങളും താല്പര്യങ്ങളുമാണ് അവനെ ധിക്കാരിയാക്കുന്നത്. അങ്ങനെ ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ തന്നെ, ധിക്കാരിയായി ജീവിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനോടത് വേണ്ടിയില്ലായിരുന്നു എന്ന് മനസാക്ഷി പറയും. അതാണ് ലാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു എന്ന്. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്ന മനുഷ്യൻ്റെ നഫ്സ്. നമ്മളെ തന്നെ നമ്മൾ ആക്ഷേപിക്കും, എന്തിനാ ഇപ്പം ചെയ്തത്. നമ്മളൊരാൾ ചീത്ത പറഞ്ഞു പോന്നാൽ വീട്ടിലെത്തുന്നതിൻ്റെ അടുക്ക് വേണ്ടിണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെയാണ് പറഞ്ഞും പോയി, വേണ്ടിണ്ടായിരുന്നില്ല. അതുപോലെ ഒരു തെറ്റ്, ഏതൊരു തെറ്റ് ചെയ്താലും വേണ്ടിയുണ്ടായിരുന്നില്ലല്ലോ എന്ന് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഉൾവിളി നമുക്കൊക്കെ വരും, വിശ്വാസികളാണെങ്കിൽ. ആ ഉൾവിളിയെ നമ്മൾ വലുതാക്കിയെടുത്ത് അതിന് കീഴ്വഴങ്ങുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ആ ഉൾവിളിയെപ്പറ്റിയാണ് വജഹദൂബിഹ, അതിനവർ നിഷേധിച്ചു. കാരണം ളുൽമൻ വ ഉലുവൻ, അവരുടെ മേൽക്കോയ്മ, ഞങ്ങളാണ് അവിടുത്തെ ഭരണകക്ഷി ആണല്ലോ, ഫിറഔനാണല്ലോ ഭരണകർത്താക്കൾ, അപ്പോൾ ഞങ്ങളാണ് മേൽക്കോയ്മ, മറ്റൊരു അടിമകളാണ്, ഞങ്ങൾ ഉടമകളാണ്. അതുപോലെ ഇവരെ ആക്രമിച്ച് നശിപ്പിച്ചേ തീരൂ, അവരെ ഈ ഇസ്രായേൽ സമൂഹത്തെ നാട്ടിൽ നിന്ന് നാടുകടത്തിയേ തീരൂ എന്നിങ്ങനെയൊക്കെയുള്ള ഫിറഔനിൻ്റെയും അനുയായികളുടെയും ഒരു മനസ്സുണ്ടായിരുന്നു. അവർ നമ്മളെ നാട്ടിൽ വന്നുകൂടിയവരാണ്, അതുകൊണ്ട് അവരെവിടുന്ന് പുറത്താക്കണം, ഞങ്ങളാണ് മേൽക്കോയ്മയുള്ളവർ എന്ന ഒരു സവർണ മനസ്ഥിതി എല്ലാ കാലഘട്ടത്തിലും ഭരണാധികാരികൾക്കുള്ളതാണ്, ഒരു സവർണബോധം. ആ സവർണർക്ക് കീഴ്പ്പെടാതിരിക്കുന്നവരെ അടിച്ചമർത്തുക, ളുൽമ് അടിച്ചമർത്തുകയും മേൽക്കോയ്മ കാണിക്കുകയും ചെയ്യുന്ന മനോഭാവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ നബിമാരുടെ കാലഘട്ടത്തിലും അത് കാണാം, ഖുറൈശികളുടെ കാലഘട്ടത്തിൽ അത് കാണാം, അവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലും. എന്നാലോ ഈ പറയുന്നത് ശരിയാണ് എന്ന് അവരുടെ മനസ്സ് പറയുന്നു. എന്നാൽ അവരുടെ ഈ ആ ബോധം, ഞങ്ങൾ വലിയവരാണെന്നുള്ള ബോധം അതിനെ നിഷേധിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഫിറഔനുണ്ടായത്. അങ്ങനെയുള്ളവരുടെ ഗതി എന്താണ് എന്ന് നോക്കണം എന്ന് അള്ളാഹ് പറയാണ്. അങ്ങനെയുള്ളവർ അവസാനം ഗതികെട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായി തീരുകയാണ് ചെയ്യുക. അതാണ് ഫൻളുർ, നീ നോക്കൂ, കൈഫകാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഫസാദ് നാശം വിതക്കുന്നവരുടെ പരിണിതി എന്താണ് എന്ന് നീ നോക്ക്. നഫ്സുൻ അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ അമ്മാറത്തും ബിസൂ ഉണ്ട്, ചീത്ത കൽപ്പിക്കുന്ന മനസ്സ്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ. യൂസുഫ് നബി അലൈഹിസ്സലാം അസീസിൻ്റെ ഭാര്യയുമായി ഒരു അവിഹിത ബന്ധം പുലർത്തി എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി പറയുന്നുണ്ട്, ഒമാ ഉബർരി ഉ നഫ്സി, എൻ്റെ നഫ്സിനെ ഞാൻ
ശുദ്ധമാണ് എന്ന് പറയുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂഇ, എല്ലാ നഫ്സുകളും ചീത്ത കൽപ്പിക്കാനുള്ള ഒരു മനോഭാവം മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. എന്നാൽ ആ ചീത്തയിൽ നിന്നും വിരമിച്ച് തെറ്റിപ്പോയല്ലോ എന്ന ഒരു പരാതി നമ്മളെ ആക്ഷേപിക്കുന്നതും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. നഫ്സുൽ ലവ്വാമത്ത്. യൂസുഫ് നബി അതാ പറഞ്ഞത്, എൻ്റെ മനസ്സിലും ഞാനും ഒരു നല്ല ആളാന്ന് പറയുന്നില്ല, മനുഷ്യന്മാരൊക്കെ പയച്ചു പോകാനും തെറ്റ് ചെയ്യാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടല്ലോ. അപ്പോൾ അമ്മാറത്തതാണ് നഫ്സുൻ അമ്മാറത്ത്. നഫ്സുൽ ലവ്വാമത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരിപ്പിക്കുന്ന ഒരു നഫ്സുണ്ട്. ആ തെറ്റ് ചെയ്താൽ വേണ്ടിയുണ്ടായിരുന്നില്ല എന്ന് നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു മനസ്സും നമുക്കുണ്ട്. ഇത് രണ്ടിൻ്റെ ഇടയിലും പിടിച്ചു നിൽക്കലാണ് നമുക്ക് ആവശ്യം. അതായത് അമ്മാറത്ത് നഫ്സുൻ അമ്മാറയെ നമ്മൾ അറിവ് കൊണ്ടും ബോധം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തളർത്തിക്കൊണ്ടുവരികയും നഫ്സുൽ ലവ്വാമയെ നമ്മളുടെ സാധനയിൽ കൂടി, അതായത് ഇബാദത്തുകളിൽ കൂടി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യലാണ് ഒരു മനുഷ്യനൊരു വിശ്വാസിയുടെ രക്ഷാമാർഗം. അമ്മാറത്തുൻ നഫ്സിനെ നമ്മൾ തളർത്തുക. എന്ത് കൽപ്പിച്ചാൽ ചെയ്യണം, വേണ്ട എന്താ ചെയ്തിട്ട് കാര്യം. അതിനെ നമ്മളെ ഇബാദത്ത് കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മളിങ്ങനെ നഫ്സുൻ അമ്മാറയെ തളർത്തിക്കൊണ്ടുവരിക. അതാണ് നമസ്കാരം. അഖിമിസ്സലാത്ത ലിദിക്രി ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം നിലനിർത്തണം നീ എന്നെ ഓർക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹ് പറയുന്നതാണ്, നിസ്കാരം മനുഷ്യനെ തിന്മയിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയും. അപ്പോൾ നഫ്സുൻ അമ്മാറത്ത് നമ്മളെ ചീത്ത ചെയ്യാൻ കൽപ്പിക്കുന്ന നമ്മുടെ മനസാക്ഷിയെ നമ്മൾ നമസ്കാരം ആത്മാർത്ഥമായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തടഞ്ഞിട്ട് നല്ലത് ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ഇബാദത്തുകൾ നൽകും, അദ്കാറുകൾ നൽകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധവേളയിൽ പോലും പറഞ്ഞല്ലോ, നിങ്ങളൊരു ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ ഇദാ ലഖീതും യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ്. അവിടേക്ക് നഫ്സുൻ അമ്മാറയെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ്. നിങ്ങൾ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുത്തു, ഉറച്ചു നിൽക്കണം. നിരാശരായോ അല്ലെങ്കിൽ പേടിച്ചോ പിൻവാങ്ങിപ്പോകരുത്. ഒതുക്കുറുള്ള, ആ ഉറച്ചു നിൽക്കാനുള്ള കാരണം ശത്രുവിനെ കണ്ടുമുട്ടിയാൽ തടിക്ക് കേടുവരും, അപകടം പറ്റും, കൊല്ലപ്പെടും എന്ന് പേടിച്ച് നഫ്സുൻ അമ്മാറത്ത് ഓടിപ്പോകാൻ പറയും. ആ അമ്മാറത്തിൻ നഫ്സിനെ തകർത്തിയിട്ട് അതിനെ തളർത്തിയിട്ട് നമ്മൾ ഒതുക്കുറുള്ള ദിക്ർ എന്ന സാധന ഇബാദത്തിൽ കൂടി നമ്മൾ നമ്മുടെ ശരീരത്തിന് ശക്തി കൊടുക്കണം എന്നാണ് ഒതുക്കുറുള്ള. അപ്പോൾ യുദ്ധവേളയിൽ പോലും ദിക്ർ മറക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ യുദ്ധമില്ലാത്ത സമാധാന സന്ദർഭത്തിൽ എത്രമാത്രം നമ്മൾ നഫ്സുൻ അമ്മാറയെ, അതുകൊണ്ടായിരിക്കണമല്ലോ ഓരോ സന്ദർഭത്തിലും മനുഷ്യനെ അല്ലാഹു തആല ഖുലിഖൽ ഇൻസാനു മിൻ അജലിൻ, മനുഷ്യനെ ധൃതിയോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. തിന്മയിലേക്ക് ചായ്ഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ ആദം നബി അലൈഹിസ്സലാം പോലും ഒരു വേള അള്ളാഹുവിൻ്റെ കൽപ്പന വിട്ട് പിശാചിന് കീഴ്വഴങ്ങാൻ പ്രേരിതനായത്. മനുഷ്യൻ്റെ പ്രകൃതം അതാണ് നഫ്സുന്നമ്മാറത്ത്. ആ നഫ്സുന്നമ്മാറത്തിന് ആരാധന, നിത്യമായ ആരാധന, കൃത്യമായ ആരാധന, അതാണ് നമസ്കാരം. ഒന്ന് കഴിഞ്ഞ് തെറ്റായ ചിന്ത വരുമ്പോഴേക്ക് മറ്റൊരു നിസ്കാരം, അത് കഴിഞ്ഞ് തെറ്റിലേക്ക് വരുമ്പോഴേക്ക് വേറൊരു നിസ്കാരം. അപ്പോൾ ആ കൃത്യം നമസ്കാരമാകുന്ന ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ പിന്നെ അദ്കാറുകൾ, ഓരോ സമയത്തുമുള്ള അദ്കാറുകൾ. അപ്പോൾ നമുക്ക് നഫ്സുൻ അമ്മാറയെ, മനുഷ്യൻ്റെ തിന്മ പ്രേരിപ്പിക്കുന്ന മനസ്സിനെ തളർത്താൻ കഴിയും, അങ്ങനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി അഥവാ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും വന്നാലോ, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ലലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വലം യുസിറു വലം വസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അഥവാ അവരിൽ നിന്ന് ഒരു ഫാഹിഷത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം എന്ത് വരും? ആ ലവ്വാമത്ത് വരും, നഫ്സുൽ ലവ്വാമത്ത്. വേണ്ടി ചെയ്യുന്നല്ലോ, നീ ഒരു വിശ്വാസിയല്ലേ, നീ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ദക്കറുല്ലാഹ, അള്ളാഹുവിനെ ഓർക്കും, മനസാക്ഷിക്കുത്ത് വരും, അള്ളാഹുവിനെ ഓർക്കും. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, പേച്ചുപോയി പഠിച്ചവനെ പുറത്തു തരണം എന്ന് പറയും.
ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ വേറെ ആരാ പുറത്തു കൊടുക്കാൻ? അപ്പോൾ അള്ളാഹിനോട് പറയും. പിന്നെ വലം യുസിറു അലാ മാ ഫഅലു, അവർ ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കുകയില്ല. ആ ചെയ്യുന്നത് തന്നെ ചെയ്യൂല, ഇസ്തിഗ്ഫാർ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയാണ് ഖുർആൻ നഫ്സുൻ നഫ്സു ആ സമൂഹത്തിനുണ്ടായതായിട്ട് പറയുന്നത്. ഏതായിരുന്നാലും മൂസാ നബിയുടെ സംഭവത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ ഖുർആൻ്റെ രീതി ഒന്നിച്ചാണ് പറയില്ല. അതാകെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം മാത്രമാണല്ലോ ഖുർആൻ, നമുക്കറിയാലോ. യൂസുഫ് നബിൻ്റെത് ഇങ്ങനെ ഒരു തലക്കന്ന് അതൊരു വെപ്പുങ്ങലെത്തോളം ഒരു പരിധി, അതിൻ്റെ പര്യവസാനം വരെ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബിയുടെ നിരപരാധിത്വം തെളിഞ്ഞു. അദ്ദേഹം അടിമയായി കിണറ്റിൽ ഇട്ട് അവിടുന്ന് അടിമയായി ഈജിപ്തിലെ ചന്തയിൽ കൊണ്ടുവന്ന മനുഷ്യൻ ഈജിപ്തിൻ്റെ ഉടമയായി മാറി. പിന്നീട് ഈജിപ്തിലെ അധികാരിവർഗത്തിൻ്റെ നേതാവായി മാറി. അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിട്ടുണ്ട്. വേറെയുള്ള എല്ലാ നബിമാരുടെ ചരിത്രവും അല്പാൽപ്പം അവിടെ എവിടെയായി പറഞ്ഞ് എല്ലാം കൂടി എടുത്ത് നോക്കിയാൽ ആ ഒരു ചരിത്രത്തിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടും. അപ്പോൾ മൂസാ നബിയുടേത് രണ്ടെണ്ണം പറഞ്ഞു. ഇനി സുലൈമാൻ നബിയുടെയും ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെയും സംഭവമാണ് പറയുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ പ്രവാചകന്മാരായി വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും അല്ലാഹു തആല മറ്റു നബിമാർക്ക് കൊടുക്കാത്ത തരത്തിലുള്ള ചില മുഅ്ജിസത്തുകൾ, അദൃശ്യ അമാനുഷിക കഴിവുകൾ കൊടുത്തവരായിരുന്നു. അതിൽ കൂടുതൽ കൊടുത്തത് വാപ്പയേക്കാളും കൂടുതൽ കൊടുത്തത് മകനാണ്. ഇത് മാത്രമല്ല, മകനാണ് അല്ലാഹു തആല അറിവും ബുദ്ധിയും കൂടുതൽ കൊടുത്തത് വാപ്പയേക്കാളും. വാപ്പ പ്രവാചകനാണ്, ശരി തന്നെയാണ്. വാത്തീന ദാവൂദ സബൂറ, ദാവൂദ് നബി അലൈഹി സ്വലാമിന് സബൂർ എന്ന വേദഗ്രന്ഥം, കീർത്തനങ്ങളാണ് സബൂർ. കീർത്തനങ്ങൾ എന്ന ദാവീദിൻ്റെ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഒരു തരം കീർത്തനങ്ങൾ, അതിൽ കൂടി സതുപദേശങ്ങളാണ്. അത് അല്ലാഹു തആല കൊടുത്ത സബൂർ കൊടുത്തിട്ടുണ്ട്. വേദഗ്രന്ഥം കൊടുത്ത മുർസലാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. എന്നാൽ മറ്റു പല കാരണങ്ങളാലും സുലൈമാൻ നബിക്ക് വേദഗ്രന്ഥം കൊടുത്തിട്ടില്ല. ബാപ്പാൻ്റെ വേദഗ്രന്ഥം അനുസരിച്ച് ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്തതെങ്കിലും ഉപ്പയേക്കാളും ബാപ്പയേക്കാളും കൂടുതൽ പല നിലക്കുമുള്ള മുഅ്ജിസത്തുകളും അറിവുകളും സമ്പത്തും കൊടുത്തിട്ടുണ്ട് ദാവൂദ് നബിയേക്കാളും ഇദ്ദേഹത്തിന്, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്. സൂറത്തു അൻആമില മറ്റോ നമുക്ക് കാണാം. അതായത് പിന്നെ മൂസാ നബി ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ആളുകൾ വന്ന് ഒരു പിന്നെ വിധി ചോദിക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്ന് സാദിലാണ് അല്ല അംബിയായിലുണ്ടോ? അംബിയാ 79 എടുത്തു നോക്കാണി. സാദിലുണ്ട്. അതാണ്. അതല്ല, അംബിയാ 79 എടുത്താണ് ഞാൻ ഒരു വിഷയം ഞാൻ ഇവിടെ കാണേണ്ടത്. അതാണ് അംബിയാ 79. അവർ പിന്നെ അതെ, അതായത് തോട്ടത്തിൽ ആട് കയറി ആകെ കൂടി നശിപ്പിച്ചു. അതിൻ്റെ വിധി ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത വിധി ഒരു രൂപത്തിലായിരുന്നു. ആ ദാവൂദ് നബിൻ്റെ അടുക്കൽ നിന്ന് വിധി കേട്ട് വരുമ്പോൾ അത് പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ബാപ്പ വിധിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം അതൊന്നുകൂടി അത് വരുന്നുണ്ട് നമുക്ക് വിശദമായിട്ട്. ഇത് നഫശത്ത് ഫീ ഗനമുൽ ഖൗമി ഫഫഹംനഹ സുലൈമാൻ. ആ വിഷയത്തിൽ സുലൈമാൻ നബിക്ക് ഞാൻ അതിൻ്റെ പൊരുൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതായത് പല വിഷയത്തിലും സുലൈമാൻ നബിക്ക് ദാവൂദ് നബി അലൈഹി സ്വലാമിനേക്കാളും അത്തരം വിധി തീർപ്പ് കൽപ്പിക്കുന്നതിലൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത ഒരു മുഅ്ജിസത്തായിട്ട് കാണുന്നത് വ അലന്നാ ലഹുൽ ഹദീദാന്ന്, ഇരുമ്പ് അദ്ദേഹത്തിന് അതിനെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. വലിയ ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് ഉരുക്കി, എന്നിട്ട് അതുകൊണ്ട് വലിയ ഭൂമിയിൽ നിന്ന് പൊക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ പാത്രങ്ങൾ ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ അങ്കികൾ ഉണ്ടാക്കിയിരുന്നു, പടയങ്കികളൊക്കെ. അങ്ങനെ ഇരുമ്പിനെ യഥേഷ്ടം കൈകാര്യം ചെയ്ത് അതിനെ ആയുധങ്ങളാക്കിയിട്ടും
വലിയ പാത്രങ്ങളായിട്ട് ഖുദൂരിർ റാസിയാത്ത് എന്ന്, അതായത് ഭൂമിയിൽ അമർന്നു കിടക്കുന്ന വലിയ വലിയ പാത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ള ഇരുമ്പിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറം കാറ്റിനെ കീഴ്പ്പെടുത്താൻ, പക്ഷികളുടെയും ജീവികളുടെയും വർത്തമാനങ്ങൾ, അവരുടെ ആശയവിനിമയങ്ങൾ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ജിന്നുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജോലിയെടുപ്പിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിവുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് മറ്റുള്ളവരെക്കാളും കൊടുത്തു. അതിനനുസരിച്ച് അദ്ദേഹത്തിന് സമ്പത്തും കഴിവുകളും വേറെ കൊടുത്തിരുന്നു എന്ന് കാണാം. അതെവിടേക്കാണ് നമ്മൾ പോകുന്നത്? വലഖദ് ആതൈനാ ദാവൂദ, നാം ദാവൂദിന് നൽകിയിട്ടുണ്ട്, സുലൈമാന, സുലൈമാനിനും നൽകിയിട്ടുണ്ട്, ഇൽമൻ, അറിവ്. നോക്കി നിങ്ങൾ, ദാവൂദ് നബി അലൈഹി സ്വലാമിനും സുലൈമാൻ നബി അലൈഹി സ്വലാമിനും മറ്റാർക്കും നൽകാത്ത ഒരുപാട് കഴിവുകൾ, ഭൗതികമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതിവിടെ അള്ളാഹ് പറഞ്ഞിട്ടില്ല, അത് പിന്നെ വരുന്നുണ്ട് ചരിത്രത്തിൽ. പക്ഷേ ഇവർക്ക് ആ കഴിവുകളെല്ലാം എടുത്തു പറയുന്ന അറിവ് കൊടുത്തു എന്നാണ്. അപ്പോൾ കാറ്റിനെ കീഴ്പ്പെടുത്തുക, ജിന്നുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതുപോലെ പക്ഷികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പക്ഷികളെ തൻ്റെ ഭരണത്തിന് ഉപയോഗപ്പെടുത്തുക, ജീവജാലങ്ങളുടെ ആശയവിനിമയം നടത്തുക, അങ്ങനെയൊക്കെയുള്ള കഴിവുണ്ടായിട്ട് പോലും അതെടുത്തു പറയാതെ ഇൽമ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൽമിൻ്റെ പ്രാധാന്യം, അറിവാണ് ഇതിൻ്റെ എത്ര വലിയ കഴിവും വലിയ അമാനുഷിക സിദ്ധി ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരു മനുഷ്യന് വേണ്ട ആവശ്യം പ്രവാചകന്മാർക്ക് അല്ലാഹ് കൊടുത്തത് ഇൽമാണ്. ഇൽമിനെ മുന്തിക്കാണ്. വലഖദ് ആതൈനാ ദാവൂദ സുലൈമാന ഇൽമ, ദാവൂദിനും സുലൈമാനിനും നാം അറിവ് നൽകി. വഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ ഫല്ലലനാ, ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ, അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, അവൻ്റെ സത്യവിശ്വാസികളായ പല അടിമകളെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ മൂസാ നബി, സുലൈമാൻ നബിയുടെയും ദാവൂദ് നബിയുടെയും അനുയായികളായിട്ടുള്ള വിശ്വാസികളായ ആളുകളെക്കാളും ശ്രേഷ്ഠത നൽകി. എന്തുകൊണ്ടാണ് ശ്രേഷ്ഠത നൽകിയത്? അറിവ് കൊണ്ട് ശ്രേഷ്ഠത നൽകിയതിനാണ്. അൽഹംദുലില്ലാഹില്ലദീ ഫല്ലലനാ, ഞങ്ങൾക്ക് ഫള് നൽകി, ശ്രേഷ്ഠത നൽകി, അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, അവൻ്റെ മുഅ്മിനുകളായ അധിക അടിമകളുടെയേക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയതിന് അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ നിഅമത്ത് കിട്ടിയപ്പോൾ ആ അമ്പിയാക്കന്മാർ അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് വരിസ സുലൈമാനു ദാവൂദ, സുലൈമാൻ ദാവൂദിനെ അനന്തരമെടുത്തു. അമ്പിയാക്കന്മാർ അനന്തരമെടുക്കൂല. ജനങ്ങളെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കുകയും ജനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യാൻ വേണ്ടി അയച്ച നബിമാരെ ഒരിക്കലും അവരുടെ മക്കൾ അനന്തരാവകാശികളാകുകയില്ല. ലംബിയാവു ലാ യൂറസൂൻ, അമ്പിയാക്കന്മാരെ അനന്തരമെടുക്കൂല, സ്വത്ത് അനന്തരമെടുക്കൂല. ഇവിടെ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അനന്തരമെടുത്തു എന്ന് പറയുന്നത് വരിസ സുലൈമാനു ദാവൂദ ഫി റിസാലത്തിഹി, ദാവൂദിൻ്റെ റിസാലത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യം ദാവൂദിൽ നിന്ന്, പിതാവിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം അനന്തരമെടുത്തു. അതാണ് ഇവിടെ ആ അനന്തരമെടുക്കൽ. അല്ലാതെ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സമ്പത്തും ബാക്കിയുള്ള കാര്യങ്ങളും അല്ല. വക്കാല, അത് തെളിവ് ഇതാണ്. എന്താണ്? വക്കാല, അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ആളുകളെ, മനുഷ്യരെ, ഉല്ലിംനാ മന്തിഖത് ത്വയ്ർ, പക്ഷികളുടെ സംസാരം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് സുലൈമാൻ നബിക്ക് അള്ളാഹു നൽകിയ ഒരു കഴിവ്, പക്ഷികളുടെ സംസാരം. ഇതിപ്പോൾ ആധുനികന്മാരായ, അതായത് മൊയ്ജിസത്തുകൾ അംഗീകരിക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കളല്ല, ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന അത്തരം ചിന്താഗതിക്കാർ പക്ഷികളുടെ സംസാരം എന്നൊക്കെ പറഞ്ഞത് അതിനേക്ക് പക്ഷികളെ വളർത്തുന്നു, അവയെ പിന്നെ പരിപാലിക്കുന്നു, അവരെ ഈ പെറ്റുകളായിട്ട്
പിന്നെ ഇണങ്ങിയ പക്ഷികളായിട്ട് വളർത്തുന്നു, അതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അതൊന്നുമല്ല. പക്ഷികൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിനോട് എന്ന് തന്നെ കൃത്യമായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ കാണാം. ഹുദ്ഹുദ് പക്ഷി ബൽഖീസ് രാജാവ് സാബ രാജ്യത്ത് ചെന്നതും ബൽഖീസ് രാജാവിൻ്റെ സിംഹാസനം കണ്ടതും അവിടത്തുള്ള മഹത്വങ്ങൾ പറഞ്ഞതുമൊക്കെ സുലൈമാൻ നബിക്ക് പറഞ്ഞു കൊടുത്ത സംഭവങ്ങളുണ്ട്. ഹുദ്ഹുദ് പക്ഷി മുഖേന സുലൈമാൻ നബി സാബായിലെ രാജ്ഞിക്ക് കത്തയച്ച സംഭവമുണ്ട്. ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദുർവ്യാഖ്യാനത്തേക്ക് പോകേണ്ടത്. അത് ഖുർആനിൽ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കാണും. അതിൽപ്പെട്ടതാണ് വല്യംന മന്തിഖത്തേരി, പക്ഷികളുടെ സംസാരം. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രവാചകനാണല്ലോ. അപ്പോൾ പ്രവാചകനാവുമ്പോൾ ആ പ്രവാചകന് അതിൻ്റേതായ ചില ബഹുമതികളും ചില കഴിവുകളും അല്ല കൊടുത്തിട്ടുണ്ട്. നമ്മളാണ്ട് അംഗീകരിച്ചേ തീരൂ. അതാണ് വല്യംന മന്തിഖത്തേരി, പക്ഷിയുടെ മന്തിഖ് എന്ന് പറഞ്ഞാൽ നുത്തഖ്, സംസാരം. പക്ഷിയുടെ സംസാരം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ ഊത്തീന മിൻ കുല്ലി ഷൈഇൻ, മറ്റു എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ മിൻകുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ട്, ശക്തിയുണ്ട്, തൊഴിലാളികളുണ്ട്, പക്ഷികളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, കാറ്റിൽ കൂടി സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതാണ്. ഊത്തീന, ഇനിയും വരുന്നുണ്ട് എല്ലാ കാര്യവും. നമുക്ക് പറയാം ഊത്തീന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ പല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും. ആഴ്ത്താനല്ലാഹു മിനൻ നിഅമി, നമുക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ, ഭരണാധികാരം, ഇങ്ങനെയൊക്കെയുള്ള മറ്റു ജനങ്ങൾക്കില്ലാത്ത പലതും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഹാദാ, തീർച്ചയായും ഇത് ലഹുവൽ ഫളുൽ മുബീൻ, ഇതൊരു ഫള് തന്നെയാണ്. ഫള് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. അൽ മുബീൻ, വ്യക്തമായ ശ്രേഷ്ഠത തന്നെയാണ്. നമുക്ക് അല്ലാഹു തആല ഇതൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അറിവ് നൽകി എന്നതിൽ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പല കാര്യത്തിലുമുള്ള അറിവ് നൽകി എന്നതിൽ ഒല്ലിംന, നമുക്ക് അറിവ് നൽകി, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അല്ലാഹു തആല ഒരു ചില അറിവുകൾ നൽകിയിട്ടുണ്ട്. അതായത് പ്രാഥമികമായിട്ടെങ്കിലും ദീനനുസരിച്ച് ജീവിക്കണമെന്ന ഒരറിവ് നൽകിയത് കൊണ്ടാണല്ലോ നമ്മൾ നമസ്കരിക്കാൻ വരുന്നത്, നാളെ നോമ്പ് നോൽക്കാൻ തയ്യാറായിട്ടുള്ളത്, ദുൽഹജ്ജ് മാസം ഉളുഹിയ്യത്തിന് കഴിവുള്ള ആളുകൾ തയ്യാറായത്. അതിന് ഉളുഹിയ്യത്തിന് തയ്യാറായാൽ പിന്നെ മുടിയിൽ നിന്നൊന്നും നഖവും മുടിയും എടുക്കാൻ പാടില്ല എന്നുള്ള നിഷ്ഠ, അത് നമുക്കൊരു വിഷമകരമായാൽ പോലും ആ നിഷ്ഠ പാലിക്കുന്നതൊക്കെ എന്താ, നമുക്കുള്ള അറിവാണ്. അപ്പോൾ ഈ അറിവ് മനുഷ്യന് നൽകുന്ന അനുഗ്രഹം ചെറിയൊരൊന്നുമല്ല. അറിവില്ലാത്ത ആളുകൾ എന്തെല്ലാം ചെയ്യുന്നു, എത്ര നഷ്ടമാണ് അവർക്ക്. പക്ഷേ അറിവ് വലിയ അനുഗ്രഹമാണ്. അതിനാണ് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഫളലന അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. എന്നിട്ട് വഖാല യാ അയ്യുഹന്നാസ് ഉല്ലിംനാ മന്തിഖത് ത്വയ്ർ വഊതീനാ മിൻ കുല്ലി ഷൈഇൻ. അള്ള തന്നതിനെ കണ്ട് അംഗീകരിക്കാൻ, അള്ള എനിക്ക് ഒക്കെ തന്നിട്ടുണ്ട്. ഒക്കെ തന്ന്, ആ മിൻകുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ ഒക്കെ, എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, സൂറത്തുൽ ളാഹയിൽ കാണാം. അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്തിനെ നീ പറയണം, അത് നമ്മൾ അംഗീകരിക്കണം. എനിക്ക് എന്താ അവസ്ഥ, ഇപ്പം കൊല്ലം കുറച്ച് മോശമാണ്, എന്നാൽ കഴിഞ്ഞല്ലോ മോശമെന്നു. നീ എത്ര ഉഷാറായാലും മോശം. അതാണ് നമ്മൾ അങ്ങനെ പറയരുത്. അൽഹംദുലില്ലാ, കിട്ടിയതിൽ അൽഹംദുലില്ലാ പറയാം. എത്ര കുറച്ചാണെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് എപ്പോഴും സ്തുതിക്കുകയും അത് പഠിച്ചവന് വേണ്ടി പറയുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അതാ അമ്മാ ബി നിഅമത്തി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ നിഅമത്ത് അത് നീ പറയണം. ഫഹദീസ്, അത് നീ പറയണം എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ശൈലിയിലുമൊക്കെ കാണണം. അതിങ്ങനെ കീറിപ്പാറി എൻ്റെ അടുത്തൊന്നുമില്ല, ഞാൻ ദരിദ്രനാണ്, നമുക്കാകെ മോശമാണ്, ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാടുണ്ട് എന്നല്ല പറയേണ്ടത്. എന്ന് ഉള്ളതിൽ വളരെ മാന്യമായി ജീവിച്ചാൽ അല്ലാഹു തആല അതിന്
ആ നന്ദിക്ക് അള്ളാഹു തആല പ്രതിഫലം ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. അതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത്, എല്ലാം തന്നിട്ടുണ്ട് എന്ന്. വേറെ എത്രയോ കൊടുക്കാത്തതുണ്ട്. ഇപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വേദഗ്രന്ഥം കിട്ടിയില്ലോ, മുർസല് എന്ന ഉന്നതമായ സ്ഥാനം കിട്ടിയിട്ടില്ല. അതിലേക്ക് പരാതിയില്ല, പരാതി പറയുന്നില്ല. പരാതി എന്താ? എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അതായത് കിട്ടിയതിൽ അള്ളാഹുവിൻ്റെ നിയമത്തിൽ അദ്ദേഹം പൂർണ്ണമായി സംതൃപ്തി അടയുകയും അത് പറയുകയും ചെയ്യുന്നു. ഊതീനാ മിൻ കുല്ലി ഷൈഇൻ, എനിക്കെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഹാദാ ലഹുവൽ ഫദ്ലുൽ മുബീൻ, തീർച്ചയായും ഇത് വ്യക്തമായ ഒരു ശ്രേഷ്ഠത തന്നെയാണ്, അള്ളാഹ് ബഹുമാനിച്ചത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. വഹുഷിറ ലി സുലൈമാനു, സുലൈമാന് നാം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഹുഷിറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടിയുന്ന ഹസറ, അതാണ് മഹിഷറ, ഒരുമിച്ച് കൂടുന്ന ദിവസം ആണ് മഹിഷർ. എല്ലാ മനുഷ്യനും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് മഹിഷർ, അതാണ്. അപ്പോൾ വഹുഷിറ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ലി സുലൈമാന, സുലൈമാനിന് ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ഒരുമിച്ച് കൂട്ടിക്കൊടുക്കപ്പെട്ടു. ജുനൂദുഹു, അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ. മനുഷ്യ സൈന്യങ്ങളുണ്ടായിരുന്നു, ജിന്ന് സൈന്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ പക്ഷി വർഗത്തിൽപ്പെട്ട സൈന്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനൊക്കെ സുലൈമാൻ്റെ മുമ്പിൽ അത് മിനൽ ജിന്നി വൽ ഇൻസി വത്തൈർ, ജിന്നുകളിൽ നിന്നും ഇൻസുകളിൽ നിന്നും വത്തൈരി, പക്ഷികളിൽ നിന്നുമുള്ള സൈന്യങ്ങളെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അതായത് അവിടെ എല്ലാവരും വിളിച്ചു, ഒരു അസംബ്ലി വിളിച്ച പോലെ വിളിച്ചേക്കാണ്. എന്നിട്ട് ഫഹും യൂസഊൻ, അവർ യൂസഊൻ, അവരെ കൃത്യമായി തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. ഔസ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ആ ക്രമീകരിച്ചു കൊണ്ട് തടഞ്ഞു വെക്കപ്പെടുന്നതാണ് ഔസ എന്ന് പറഞ്ഞാൽ. ഔസ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അവരെ തടവിലാക്കല്ല. ഇന്നോടത്ത് നിൽക്കണം, അവർ മുന്നോട്ട് അമിതമായി കയറി വരരുത്. ഓരോരുത്തരും അവരവരുടെ പദവിക്കനുസരിച്ച് സുലൈമാൻ നബി അവരെ കൃത്യമായി യൂസാവും എന്ന് പറഞ്ഞത് സൈന്യത്തെ അവരുടെ ഡ്യൂട്ടിയും പദവിക്കുമനുസരിച്ച് കൃത്യമായി നിൽക്കേണ്ട സ്ഥാനത്ത് നിർത്തി തടഞ്ഞു വെക്കുന്നതിനാണ് യൂസാവു എന്ന് പറയാം. അത് റബ്ബി ഔസൈനി എന്നുള്ളിടത്ത് ഔസ യൂസിയു എന്ന് പറഞ്ഞാൽ തൗഫീക്ക് നൽകിയെന്ന്, അത് വേറൊരു അർത്ഥമാണ്. റബ്ബി ഔസൈനി അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യാനുള്ള ആ പഴയകാലത്ത് ഉദവി എന്ന് പറയും, ആ ഉദവി നൽകണമേ, അതിനുള്ളൊരു കഴിവ് നൽകണമേ എന്നാണ് അവിടെ. ഇവിടെ ഔസാൻ്റെ മറ്റൊരർത്ഥമാണ് സൈന്യങ്ങളെ. ഔസ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ക്രമീകരിച്ച് വെക്കപ്പെട്ടു എന്നാണ്. അതാണ്, അവർക്ക് മുന്നിക്ക് ചാടാൻ കഴിയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇപ്പോൾ ഒരു സൊഫ് നിൽക്കാൻ വേണ്ടി നബി പറഞ്ഞപ്പോൾ പറഞ്ഞു ലി യലിയനീ മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ, ആ സൊഫിലേക്ക് മുന്നിലേക്ക് ഉലുൽ അഹ്ലാം, അതായത് നല്ല വിവേകവും ഒക്കെയുള്ള ആളുകൾ, അതായത് പ്രായപൂർത്തി എത്തി വിവേകവും ബോധമുള്ള ആളുകൾ മുന്നിക്ക് വരണം, കുട്ടികളെയൊക്കെ പിന്നിലേക്കാക്കണം. അതെന്തിനാ? അത് അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. അതാണ്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഭരണാധികാരികൾ അവരുടെ സൈന്യങ്ങളെ വിളിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ അധികമേൽപ്പിച്ച ഉത്തരവാദപ്പെട്ട സൈനിക നായകന്മാരെ മുന്നിലേക്ക് വെക്കും. ആ ഒരു അർത്ഥത്തിലാണ് ഹുഷിറ ലി സുലൈമാന ജുനൂദുഹു, സുലൈമാൻ നബിക്ക് തൻ്റെ സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കപ്പെട്ടു. എന്നിട്ട് ഫഹും യൂസഊൻ, അവർ വളരെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം പറയാൻ നല്ലത്. വളരെ ക്രമീകരിച്ച് നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഫഹും യൂസഊൻ. എന്നിട്ട് ഹത്ത ഇദാ അത്തൗ, അപ്പോൾ അവരേതോ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി സൈന്യങ്ങളെ മുന്നിൽ നിൽക്കുന്നവർ ഇടതുഭാഗത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ, ഇത് യുദ്ധത്തിനൊക്കെ വരുമ്പോൾ ഒരു തൗസീ നടത്തിയിരുന്നു. ഓരോ സ്ഥലത്തും വിന്യസിക്കുക. നമുക്ക് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വിന്യസിക്കപ്പെട്ടവർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിർത്തേണ്ട സ്ഥാനത്ത് അതിന് പറ്റിയ ആളുകളെ വിന്യസിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്തുകാരെ സൈന്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിർത്തും, പിന്നെ മറ്റു
സൈന്യങ്ങളെ നിരീക്ഷിക്കാൻ മറ്റൊരു ഭാഗത്ത് നിർത്തും. അങ്ങനെ ഓരോരുത്തരെയും അതിനനുസരിച്ച് വിന്യസിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സുലൈമാൻ നബിയും സൈന്യങ്ങൾ അദ്ദേഹം യാത്ര പോകുമ്പോൾ അങ്ങനെ ക്രമീകരിച്ച് നിർത്തപ്പെട്ടിരുന്നു. ഹത്താ ഇദാ അത്തൗ, അങ്ങനെ അവർ ചെന്നപ്പോൾ അലാ വാദിൻ നംലി, ഇതൊക്കെ സുലൈമാൻ നബിയുടെ മൊയ്ജിസത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അലാ വാദിൻ നംലി, നംല് ഉറുമ്പുകളുടെ താഴ്വരയിൽ കൂടി, മനുഷ്യവാസമില്ലാത്ത ഉറുമ്പുകൾ കൂടുകെട്ടി താമസിക്കുന്ന പ്രദേശത്ത് അവരെത്തിച്ചേർന്നപ്പോൾ കാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹൻ നംലു, ഉറുമ്പ് സമൂഹമേ, ഉദ്ഖുലൂ മസാക്കിനക്കും, നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക്, അതായത് മാളങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുക. ലാ യഹ്തിമന്നക്കും സുലൈമാനു, സുലൈമാൻ വ ജുനൂദുഹു, അവൻ്റെ സൈന്യങ്ങളും നിങ്ങളെ ചവിട്ടി തകർക്കാതിരിക്കട്ടെ. വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ സുലൈമാനും സൈന്യങ്ങളും നശിപ്പിക്കും എന്ന് കരുതിക്കൂട്ടി നിങ്ങളെ നശിപ്പിക്കൂല. ഹത്തമ എന്ന് പറഞ്ഞാൽ ചവിട്ടി എരിയ. അവ സൈന്യങ്ങൾ വരുമ്പോൾ ചവിട്ടി എരിഞ്ഞ് നിങ്ങളെ കൊല്ലാതിരിക്കട്ടെ, അവരറിയാതെ. ഓഹും ലാ യശ്ഉറൂൻ, അറിയാതെ. ഉറുമ്പ് സമൂഹത്തിന് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ നീതിയും സത്യസന്ധതയുമൊക്കെ അറിയും. പക്ഷേ അദ്ദേഹവും സൈന്യങ്ങളും കൂടി ഇങ്ങനെ വരുമ്പോൾ അറിയാതെ, അതാ വഹും ലാ യശ്ഉറൂൻ, അറിയാതെ സുലൈമാനും സൈന്യവും നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് അവിടെ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു. ഇതാണിപ്പോൾ ഇതിലൊക്കെ ഖുർആനിൻ്റെ മൊയ്ജിസത്തുകൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വല്ലാതെ കടന്ന് സംസാരിച്ച സ്ഥലങ്ങളാണ്. അതെന്താണെന്നറിയങ്ങൾ, അത്തായിദ അത്തോവല വാദിൻ നംലി, നംല് ഗോത്രത്തിൻ്റെ അടുക്കൽ കൂടി അവർ ചെന്നപ്പോൾ കാലത്ത് നംലത്തുൻ, നംല് ഗോത്രത്തിലെ ഒരു നേതാവ് പറഞ്ഞു, ലാ യഹ്തിമന്നക്കും സുലൈമാൻ. കാരണം അതിലൊരു മൊയ്ജിസത്തും ഇല്ലല്ലോ. സാധാരണ സുലൈമാൻ നബി ഇങ്ങനെ പോകുമ്പോൾ നംല് ഗോത്രക്കാരും ഒരു ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോണ്ട് വരുമ്പോൾ നമ്മളെ ചവിട്ടി നശിപ്പിക്കും, നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കണം, പരിൻ്റെ ഉള്ളിൽ കടന്നിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഉറുമ്പിൻ്റെ ശബ്ദവും ഉറുമ്പ് സംസാരിച്ചു എന്നൊന്നും അതിലില്ല. അതൊക്കെ മൊയ്ജിസത്ത്, അങ്ങനത്തെ ഇതൊന്നും സംഭവിക്കൂല എന്നും പറഞ്ഞിട്ട് മൊയ്ജിസത്തുകളെ ഇല്ലാതെയാക്കുന്ന ചില പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയല്ല. മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും സലഫുകളും ഖലഫുകളും മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇത് പക്ഷികളുടെ ശബ്ദം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പക്ഷികളെ നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ അവർ പറയാം. അത് പരിക്കല്ലാത്ത പക്ഷികളെ നിരീക്ഷിക്കാൻ നമുക്കൊക്കെ കഴിവില്ലേ? അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മൊയ്ജിസത്തായിട്ട് കാണുന്നത്, നമ്മളെ സാലിം അലി എന്ന് പറയുന്ന ആളൊക്കെ വലിയ പക്ഷി നിരീക്ഷകനായിരുന്നു. ലോകത്ത് എത്ര പക്ഷി നിരീക്ഷകന്മാരുണ്ട്. ആ പക്ഷി ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഇന്ന ദിശയാണ്, മറ്റതിനെ ഇര തേടുകയാണ്, മറ്റത് മൈഗ്രേഷൻ പക്ഷിയാണ്. അങ്ങനെ പക്ഷികളെ നിരീക്ഷിച്ച് അവയുടെ ഗതിവിഗതികൾ മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയമായ അറിവുകളുള്ള ഒരുപാട് ആളുകൾ ഏത് കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചും ആദിവാസികളൊക്കെ കാട്ടിലെ പക്ഷികളെ നിരീക്ഷിക്കുന്നവരാണ്. അപ്പോൾ സുലൈമാൻ നബിക്കും അങ്ങനെ ഒരു പക്ഷി നിരീക്ഷണ കഴിവുണ്ട്. പറഞ്ഞാൽ അതിലെന്താ മൊയ്ജിസത്തുള്ളത്? അപ്പോൾ മൊയ്ജിസത്തിനെ നിഷേധിക്കുന്നവർക്ക് എന്നും വ്യാഖ്യാനിക്കാനും, സുലൈമാൻ നബി മൂസാ നബി അലൈഹി സ്വലാം വടി കൊണ്ടടിച്ചപ്പോൾ കടൽ പിളർന്നു, അതിൽ കൂടി ഫലക്ക, അത് പിളർന്നുപോയി. ഫക്കാന കുല്ലു ഫിറഖിൻ കത്തൗദിൽ അലീം, അങ്ങനെ ആ പിളർപ്പിൽ ഓരോ പിളർപ്പും കത്തൗദിൽ അലീം, വലിയൊരു മലത്തിട്ട പോലെ, മലയുടെ രണ്ട് തിട്ടകൾ പോലെ വെള്ളം ഇങ്ങനെ രണ്ട് ഭാഗത്തും ചൊറച്ചു നിന്ന് അതിൽ കൂടി അദ്ദേഹം നടന്നു എന്നാണ്. അതിനാണ് നിഷേധിച്ചിട്ട് എന്താക്കി, വടി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ വടി കുത്തിപ്പിടിച്ച് പോവുക. അപ്പോൾ നമുക്കും കഴിയുമല്ലോ, കടലുണ്ടി പോയാണ്ട് കിടക്കാൻ നല്ലൊരു തോട്ടിയെടുത്ത് കണ്ട് എവിടെ കയലുള്ളതും കയലില്ലാത്തതോടെ പറഞ്ഞ് കുത്തിപ്പിടിച്ച് പോയതിൽ എന്തായാലും ഒരു മൊയ്ജിസത്തുള്ളത്. അപ്പോൾ മൊയ്ജിസത്തിനെ ഇല്ലാതെയാക്കാനുള്ള ചെറിയ ചെറിയ കുറുക്കുവിദ്യകൾ പലരും കണ്ടെത്താറുണ്ട്. അതിൽപ്പെട്ടതാണ് എന്താണ് ഹത്തായിദ അത്തോവല വാദിൻ നംലി, ആ നംല് ഗോത്രത്തിൻ്റെ, അപ്പോൾ ആ ഗോത്രത്തിൻ്റെ പേര് നംല് എന്നാണ്.
അപ്പം നംല് ഗോത്രത്തിൻ്റെ അടുക്കൽ കൂടി പോയപ്പോൾ ഓല് ഒന്ന് മാറി വരിക്ക് കടക്കാൻ പറഞ്ഞു എന്നുള്ളത് അങ്ങനെയല്ല ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. നേരെ മറിച്ച് നംല് ഗോത്രം എന്ന നംല് വിഭാഗം, ആ നംല് ഉറുമ്പ് വിഭാഗത്തിൻ്റെ അടുക്കൽ കൂടി അദ്ദേഹം പോയപ്പോൾ അതിനുള്ള ഒരു നംലത്ത് ഒരു നംല്, അതിനിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നംലത്ത് എന്നാണ്, നംല് എന്ന് പറഞ്ഞാൽ ആ വർഗമാണ്. നംലത്ത് എന്ന് പറഞ്ഞാൽ ഒരു എറുമ്പ്, ആ എറുമ്പ് ഒരു പക്ഷേ അതിൻ്റെ റാണി, തേനീച്ചയിലെ റാണി പോലെ അതിൻ്റെ നേതാവായിരിക്കാം. ആ നംലത്ത് പറയുകയാണ്, യാ അയ്യുഹന്നംലു ദുഖുലു മസാക്കിനക്കും, നിങ്ങളുടെ താമസ ഇടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു, സുലൈമാനും സൈന്യങ്ങളും നിങ്ങളെ ഹത്തമ എന്ന് പറഞ്ഞാൽ ഇടിച്ചു പൊടിച്ചു, ചവിട്ടി അരച്ചു എന്നൊക്കെയാണ്, ഒന്നിനാണ്ട് നശിപ്പിക്കുന്നതിനാണ് അത് പറയുന്നത്. വജുനൂഹും ലാ യശ്ഉറൂൻ, അവർ അറിയാതെ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുകയും ചെയ്യുന്നു. അതാണ് അതിലുള്ള ഒരു മൊയ്ജിസത്ത് എന്ന് പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ വാക്ക് കേട്ടു, അത് മനസ്സിലാക്കുകയും ചെയ്തു. ഫതബസ്സമ, അപ്പം സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു. ലാഹിക്കൻ, അതാ തബസ്സമ ലാഹിക്കൻ, ചിരി കൊണ്ട് ചുണ്ട് വിടർന്നു, അതായത് പുഞ്ചിരിച്ചു. ഫതബസ്സമ ലാഹിക്കൻ മിൻ ഖൗലിഹ, ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ട് പുഞ്ചിരിച്ചു, അദ്ദേഹം ചിരിച്ചുപോയി. കാരണം അങ്ങനെ സുലൈമാൻ നബിയെ പറ്റിയും ഒക്കെ ഒരു ധാരണപ്പിഴവ് ഉണ്ടായി വന്നല്ലോ, അല്ലെങ്കിൽ അതായിരിക്കാം പുഞ്ചിരിക്കാൻ കാരണം. അതല്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു താഴെ വരുന്ന വാക്ക് അദ്ദേഹം അള്ളാഹുവിന് നന്ദി ചെയ്യാണ്. അപ്പോൾ ഉറുമ്പിൻ്റെ ശബ്ദം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും എന്നിട്ട് ഉറുമ്പ് പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഉപദ്രവിക്കാതെ നടക്കാൻ കൽപ്പന കൊടുക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത ആ ഒരു അറിവ്, മൊയ്ജിസത്തിന് അദ്ദേഹം ആ സന്തോഷം പ്രകടിപ്പിച്ചു എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതും ശരി തന്നെയാണ്. ഫതബസ്സമ ലാഹികം മിൻ ഖൗലിഹ, അതിൻ്റെ വാക്ക് കേട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പുഞ്ചിരിച്ചു, അത് മനസ്സിലാക്കുകയും ചെയ്തു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു. റബ്ബി ഔസിഅനി, എനിക്ക് നീ തൗഫീഖ് നൽകണമേ. അവിടെ ഔസ എന്ന് പറഞ്ഞാൽ എനിക്ക് അൽഹിംനി, എനിക്ക് തോന്നിപ്പിച്ചു തരയണമേ. അല്ലെങ്കിൽ റബ്ബി വഫിഖ്നി, എനിക്ക് നീ തൗഫീഖ്, അതിനുള്ള കഴിവ് നൽകണമേ. അതാണ് ഇവിടുത്തെ ഔസി. മറ്റേടത്ത് ഫഹും യൂസഉ എന്ന് പറഞ്ഞാൽ അവിടെ ക്രമീകരിച്ച് ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്നതാണ്. അതെങ്കിൽ സൈന്യത്തെ കൃത്യമായി ക്രമീകരിച്ച് വിന്യസിക്കപ്പെട്ടു എന്നതാണ് അവിടുത്തെ അർത്ഥം. രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കിയാൽ മതി. ഒരേ ധാതുവിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ്. ഇപ്പം അഖില് എന്ന് പറഞ്ഞാൽ എന്താ? അഖില് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അഖിലില്ല, ബുദ്ധി അല്ലേ. എന്നാൽ അഖിലിന് വേറൊരു അർത്ഥമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഈ പിന്നെ ദിയ, അതായത് എന്താണ്, പിന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പ്രായശ്ചിത്തം എന്നതിന് അഖില് എന്ന് പറയും. രണ്ടും ഐനും ഖാഫും ലാമും തന്നെയാണ്. വേറൊന്ന് ഒട്ടകത്തെ കെട്ടുണ്ട കയറിന് അഖില് എന്ന് പറയും. കഴുത്തിൽ കെട്ടുന്ന കയറുണ്ട്, നമ്മൾ പശുവിനെയും ആടിനൊക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു കയറ് ഇവിടെ കെട്ടിയെടുക്കും. ആ കെട്ടുകയറിന് അഖില് എന്ന് പറയും. അപ്പോൾ മൂന്നർത്ഥവും ഒരു ബന്ധവുമില്ലല്ലോ. ഒന്ന് ബുദ്ധി, മറ്റൊന്ന് കയറ്, കെട്ടേണ്ട കയറ്, മറ്റൊന്ന് ഒരു മനുഷ്യന് കൊടുക്കുന്ന, ഒരു തെറ്റ് ചെയ്തതിന് കൊടുക്കുന്ന ദിയ, പ്രായശ്ചിത്തം. മൂന്നർത്ഥം. പക്ഷേ അക്ഷരമൊക്കെ ഒന്ന് തന്നെയാണ്. അത് സന്ദർഭത്തിൽ നിന്നാണ് അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കല്, അത്രേ. പിന്നെ റബ്ബി ഔസിഅനി, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ തൗഫീഖ് നൽകണമേ. അൻ അഷ്കുറ നിഅമതക, നിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ. അല്ലത്തി അൻഅംത അലയ്യ, എൻ്റെ മേൽ നീ അനുഗ്രഹം നൽകിയ ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാനും. വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കളുടെ മേൽ നീ അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് നന്ദി ചെയ്യാനും എനിക്ക് നീ തൗഫീഖ് നൽകണമേ. വഅൻ അഅമല സാലിഹൻ, നല്ലത് പ്രവർത്തിക്കാനും. തർല്ലാഹു, നീ ഇഷ്ടപ്പെടുന്ന
നന്മകൾ സാലിഹായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും തൗഫീക്ക് നൽകണമേ. വഅദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്കണമേ, ബിറഹ്മതിക, നിൻ്റെ കാരുണ്യം കൊണ്ട്, ഫീ ഇബാദിക സ്വാലിഹീൻ, നിൻ്റെ സാലിഹീങ്ങളായ അടിമകളിൽ. നോക്കുങ്ങൾ, അല്ലാഹു തആല ഇത്രയധികം മുഅ്ജിസത്തുകൾ കൊണ്ട് അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇത്രയധികം അത്ഭുതകരമായ മുഅ്ജിസത്തുകൾ കൊണ്ട് അനുഗ്രഹിച്ച മറ്റൊരു പ്രവാചകനും ഇല്ല. അത്ര വലിയ ആളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. വേറെ ഒരു നബിക്കും ഇത്രയധികം മുഅ്ജിസത്ത്, എല്ലാ നബിമാർക്കും ഓരോരോ മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം മനുഷ്യനെ അമ്പരപ്പിക്കുന്ന മുഅ്ജിസത്തുകൾ നൽകിയ ഒരു നബി ഇല്ല. പക്ഷെ ആ നബി പോലും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ എളിമ നോക്കുങ്ങൾ. പഠിച്ചോനെ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക, നിൻ്റെ നിഅമത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണമേ, കഴിവ് നൽകണമേ, അല്ലെങ്കിൽ തോന്നൽ നൽകണമേ. അതാ വാസിയ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രേരണയാണ്. അപ്പോൾ ആ പ്രേരണ, മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രേരണ നൽകണമേ നിഅമത്ത് ചെയ്യാൻ. അന്നം താലിയ വാല വാലിദിയ, എൻ്റെ മേലിലും എൻ്റെ മാതാപിതാക്കളുടെ മേലും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബം അങ്ങനെയൊക്കെ പ്രവാചക കുടുംബമായി നല്ല നിലക്ക് വളർത്തിയത് കൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിനും അങ്ങനെയുള്ള ഒരു പ്രവാചകത്വം ലഭിക്കുകയും ആ ഒരു കുടുംബത്തിൽപ്പെട്ടതിൻ്റെ മഹത്വത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. എൻ്റെ വാപ്പയാണ് എന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിട്ടത്. അപ്പോൾ ആ വാപ്പാക്ക് വേണ്ടിയും, അതാണ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം പോലും നമ്മൾ മറന്നു പോകരുത്. നമ്മളൊക്കെ ഇങ്ങനെ എത്തിയതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ നമ്മളോളം അറിവില്ലാത്ത, നമ്മളോളം കഴിവില്ലാത്ത, നമ്മളോളം യുക്തിവിചാരമില്ലാത്ത നമ്മുടെ ഉപ്പയും ഉമ്മയുമായിരിക്കാം. അവരുടെ അധ്വാനങ്ങളും അവരുടെ പ്രാർത്ഥനകളും തേട്ടങ്ങളും ആഗ്രഹങ്ങളുമായിരിക്കാം അള്ളാഹു നമ്മളെ ഇവിടെ എത്തിച്ചത്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം പോലും മാതാപിതാക്കൾക്ക് റബ്ബി ഗഫ്ർലി വലിവാലിദയ്യ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പറയാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടായിരിക്കരുത്. അതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠം. സുലൈമാൻ നബി പോലും പ്രാർത്ഥിച്ചകണമെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്താവണം? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെയും മേൽ നീ അനുഗ്രഹിച്ചതിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണമേ. വഅൻ അഅമല സാലിഹൻ തർളാഹു, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും എനിക്ക് നീ തൗഫീക്ക് നൽകണമേ. പ്രവർത്തനം ചെയ്യൽ മാത്രമല്ല, ഇനിയും കൂടുതൽ ചെയ്യാൻ അല്ലാഹു തആല എന്നോട് തൗഫീക്കിന് ചോദിക്കുകയാണ്. എല്ലാ സമയത്തും നമ്മൾ നമസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത്തഹിയാത്തുവിൻ്റെ ശേഷം സലാം വീടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് നമസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കാം. എന്താണത്? അല്ലാഹുമ്മ അഇന്നി അലാ നഫ്സിക അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. സലാം വീടുന്നതിന് മുമ്പും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിതുണ്ട്. റബ്ബി അല്ലാഹുമ്മ ഗഫ്ർലി മാ ഖദ്ദംതു വമാ അഖർതു റബ്ബി ഗഫ്ർലി എന്നൊക്കെ പറയുന്ന ആ പ്രാർത്ഥനകൾ, മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു, അതിൻ്റെ ഒടുവിന് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ എനിക്ക് നീ സഹായം നൽകണമേ. അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു ശുക്രിക്ക, നിനക്ക് നന്ദി ചെയ്യാനും ഉള്ള ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഒരു തൗഫീക്ക്. വഹുസ്നി ഇബാദത്തിക്ക, നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനുമുള്ള ഒരു തൗഫീക്ക്, സഹായം എനിക്ക് നീ നൽകണമേ. സലാം വീടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, യാ മുആവിയ ഇന്നി ഉഹിബ്ബുക, മുആവിയ നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ശേഷം നീ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ വിട്ടുപോകരുത്. ഒരു നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കാതെ പോകരുത്. മുആവിയാണോ മുആദ് റളിയല്ലാഹു അൻഹു? മുആവിയ അല്ല, മുആദ് റളിയല്ലാഹു അൻഹു. മുആദിനോട് യാ മുആദ് ഇന്നി ഉഹിബ്ബുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു തൗഫീക്ക്. നമുക്ക് കുറേ അറിവുണ്ടായി, ഇതല്ല പ്രധാനം. അറിവുണ്ടായി വിചാരിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിനെ അമൽ ചെയ്യണമെന്നില്ല. അത് പഠിച്ചോൻ കൊടുക്കുന്ന ഒരു എത്രയോ പണ്ഡിതന്മാരെക്കാളും അള്ളാഹുവിന് ഇബാദത്തും ദിക്റുകളും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു വിവരവുമില്ലാത്ത സാധാരണക്കാരനുണ്ട്. അതൊരു തൗഫീക്കാണ്.
അപ്പോൾ ആ തൗഫീക്കിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അറിവും ഉണ്ടാവണം, പക്ഷേ ആ തൗഫീക്കും നമുക്ക് കിട്ടണം. അതാണ് സുലൈമാൻ നബി അത്രയൊക്കെ അറിവൊക്കെ ഉള്ള പ്രവാചകനായിട്ട് പോലും റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വ അൻ അഅമല സാലിഹൻ തർല്ലാഹു, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. അതാണ് നമ്മൾ സൽക്കർമ്മങ്ങളാണ് നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഈ ആദി കാര്യങ്ങളൊക്കെ. പക്ഷേ പടച്ചോൻ ഇഷ്ടപ്പെടുന്നതായിരിക്കുകയും കൂടി വേണം അതൊക്കെ. അതെങ്ങനെ ഇഷ്ടപ്പെടൽ? അല്ലാഹു റസൂലും പഠിപ്പിച്ച രൂപത്തിൽ നമ്മളുടെ കർമ്മങ്ങൾ നിർവഹിക്കുക. അതാണ് ഒന്നാമത് ഇഷ്ടപ്പെടാൻ. ആത്മാർത്ഥമായി നിർവഹിക്കുക, അതിൻ്റെ കൃത്യമായ മുറപ്രകാരം നിർവഹിക്കുക. അങ്ങനെ നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും നീ തൗഫീക്ക് നൽകണം. അദ്ഖിൽ നീ, എന്നെ നീ പ്രവേശിപ്പിക്കണം, ബിറഹ്മതിക, നിൻ്റെ കാരുണ്യം കൊണ്ട്. അസ്ലിഹ് ലി ബിറഹ്മതിക ഫി ഇബാദിക സ്സാലിഹീൻ. അപ്പോൾ ആ പ്രാർത്ഥനൻ്റെ എളിമയും അവിടെ ഉണ്ടാവുന്ന വിനയവും, അദ്ദേഹത്തിന് ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും അദ്ദേഹത്തിന് അള്ളാൻ്റെ മുമ്പിൽ ഞാനൊന്നുമല്ല, പടച്ചോനെ നിൻ്റെ സാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ആ ഒരു എളിമയാണ് നമ്മളുടെ പാഠം. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. സുഹൃത്ത് അഹ്ഖാഫിലാണ് അല്ലേ? അഹ്ഖാഫിലാണ്. അതായത് പിന്നെ 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 എന്താണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വ അൻ അഅമല സാലിഹൻ തർല്ലാഹു വ അസ്ലിഹ് ലി ഫി ദുരിയത്തി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. അതായത് അഹ്ഖാഫിൽ രണ്ട് മക്കളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഉമ്മ നോക്കി വളർത്തി, വയറ്റിൽ കൊണ്ടുവന്ന് വളർത്തി, പിന്നെ പ്രസവിച്ചു, പിന്നെ വലുതാക്കി. അങ്ങനെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സന, മൂപ്പ് പ്രായമെത്തി. അശുദ്ധ എന്ന് പറഞ്ഞാൽ മൂപ്പെത്തി, അതായത് പ്രായപൂർത്തിയെത്തി, വലിയ നല്ല പ്രായമെത്തി, പക്വതയെത്തി. പ്രായപൂർത്തിയല്ല, പക്വതയെത്തി. വ ബലഗ 40 സന, 40 വയസ്സൊക്കെ ആയി. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഒരു കുട്ടിയുടെ ഉപമയാണ് പറയുന്നത്. ആ കുട്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇപ്പം ഇമ്മയാണ് നമ്മളങ്ങനെ ആക്കിയത്. ഇനി നമ്മളെ മക്കളെ നന്നാക്കണം, അപ്പോൾ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ മനുഷ്യ തലമുറ, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറ കഴിഞ്ഞ തലമുറക്കും വരും തലമുറക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ മനുഷ്യ ജീവിതം ഒരുപാട് നന്മയിൽ മാത്രം നിലനിൽക്കും. അപ്പോൾ അറഫ നോമ്പ്, നാളുള്ള നോമ്പിനെ പറ്റി നബി അതാ പറഞ്ഞത്, യുക്കഫിറു സനത്തൽ മാദിയ വൽ ബാക്കിയ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. വൽ ബാക്കിയ, വരാനിരിക്കുന്ന അടുത്ത ഒരു കൊല്ലത്തെ പാപങ്ങൾ പുറത്തു തരും എന്ന് പറഞ്ഞാൽ ആ പാപത്തിലേക്ക് എത്താതിരിക്കാനുള്ള തൗഫീക്ക് നൽകും. അപ്പോൾ നമ്മൾ ഓരോ കൊല്ലും അറഫ ഒരു നോൽമ്പല്ലേ ഉള്ളൂ. ഒരു നോൽമ്പ് ഒരു ഉച്ചക്ക് ചോറിട്ടില്ലാന്ന് വിചാരിച്ചാൽ പോരെ, അത്രയല്ലേ ഉള്ളൂ. രാവിലെ ഒരു നാസ്ത എനിക്ക് കിട്ടിയില്ല, ഉച്ചക്ക് ഒരു ചോറും കിട്ടിയില്ല, അന്ന് ഭയങ്കര പ്രയാസമായി എന്ന് വിചാരിച്ചാൽ തന്നെ ഒരു നോൽമ്പായി. അപ്പോൾ ആ ഒരു നോമ്പ്, ഒരൊറ്റ ദിവസത്തെ നോമ്പ്, ഇന്ന് രാത്രി അത്താഴം കഴിച്ചൊരു നോമ്പ് നോറ്റാൽ നമുക്കൊരുപാട് ഗുണമുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ വൻ ദോഷങ്ങൾ, നമ്മൾ ജനങ്ങളെ തല്ലുണ്ടാക്കി അല്ലെങ്കിൽ വലിയ കടം വാങ്ങി, അതൊന്നും അല്ലാഹു പുറത്തു തരില്ല. അല്ലാത്ത ജീവിതത്തിലുള്ള പാപങ്ങൾ പുറത്തു തരും. ഇനി വരും കൊല്ലം, ഒരു കൊല്ലം നമ്മൾക്ക് വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു മുൻകൂട്ടി പുറത്തു തരും എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു തൗഫീക്കും തരും. അടുത്ത അറഫ ആകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇക്കൊല്ലോ ആ കൊല്ലോ, അങ്ങനെ നമ്മൾ മരിക്കുവോളം അറഫ നോൽമ്പ് നോറ്റാൽ എത്രമാത്രം പ്രതീക്ഷയാണ് റസൂൽ നമുക്ക് നൽകുന്നത്. അതേമാതിരി തന്നെയാണ് അഹ്ഖാഫിലെ ആ കുട്ടി ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിച്ചു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ആ മകന് നന്നായി എടുക്കുമ്പോൾ ഓൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഓൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളൊരു തലമുറയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. ഇനി മറുപുറത്ത് ബാപ്പയമ്മയൊക്കെ വയസ്സാകുമ്പോൾ മോനെ ഒയിലക്ക ആമീൻ, മോനെ നീ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ മാഹദ ഇല്ലാ സാത്തിറുൽ അവ്വലീൻ, ഇതൊക്കെ എന്ത് കെട്ടുകഥയാണ് ഉമ്മ വാപ്പ, ഈ ആഖിർ എന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകഥയാണെന്നും പറഞ്ഞ് ഉമ്മയെയും ഉപ്പയെയും തള്ളിക്കളയുന്ന കുട്ടിയാണ് വസൈനൽ ഇൻസാന വിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ എന്ന് പറഞ്ഞ സൂറത്ത് അഹ്ഖാഫിലെ ആ ഒരു, അതിലും പ്രാർത്ഥന ഉണ്ട്. അത് ഇതിൻ്റെ കുറച്ച് ഇതിനോട് സാമ്യമുള്ളൊരു പ്രാർത്ഥനയാണ്. വതഫഖറ ത്വയ്റ,
ഇനി ഒത്തഫക്കറത്വയറ, സുലൈമാൻ നബി അലൈഹി സ്വലാം ആ പക്ഷിയെ കാണാതെയായി, ആ പക്ഷിയെ കാണാതെയായി. തഫക്കത എന്ന് പറഞ്ഞാൽ കാണാതെയായി, നഷ്ടമായി തോന്നി. അത്വയർ, ആ ഒരു പക്ഷിയെ. ഫക്കാല, അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, മാലി ലാ അറൽ ഹുദുഹുദ, ഹുദുഹുദ പക്ഷിയെ ഞാൻ കാണുന്നില്ലല്ലോ, എന്തു പറ്റി? മാലി എന്ന് പറഞ്ഞാൽ എനിക്കെന്താ പറ്റിയത്? ലാ അറൽ ഹുദുഹുദ, ഹുദുഹുദ പക്ഷിയെ കാണുന്നില്ലല്ലോ. അപ്പോൾ മാലി ലാ അറൽ ഹുദുഹുദ, എന്താ പക്ഷിനെ ഞാൻ കാണാത്തതാണോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരുപാട് സൈന്യങ്ങളുണ്ടല്ലോ, പക്ഷികളും മനുഷ്യരും ജിന്നുകളുമാകുന്ന സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടി എങ്ങോട്ടോ പോവുകയാണ്. അപ്പോഴാണ് ഉറുമ്പ് പറയുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ദുർവ്യാഖ്യാനങ്ങൾ ചെറിയ ബനു ഇസ്രായേൽ കഥകളിലും ചില തഫ്സീറുകളിലും വന്ന ഒരു കാര്യമുണ്ട്. അവരിങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് സുലൈമാൻ നബിക്ക് വെള്ളമുള്ള സ്ഥലം കണ്ടെത്തി കൊടുത്തിരുന്നത് ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷിയായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഭൂമിയിൽ വെള്ളമുണ്ടോ നോക്കാൻ വേണ്ടി പക്ഷിനോട് പറഞ്ഞപ്പോഴാണ് മരക്കൊത്തിയെ കാണാനില്ല. അപ്പോൾ അന്വേഷിച്ചു എന്നൊക്കെയുള്ള കഥകളുണ്ട്. അതൊക്കെ ഈ ഇസ്രായേലി കെട്ടുകഥകളാണ്. അങ്ങനെ കഥകളിലൊന്നും അങ്ങനൊന്നുമില്ല. ഇത്രയധികം കഴിവുള്ള, കാറ്റും ജിന്നിനെയും പക്ഷികളെയും എല്ലാം കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബിക്ക് ഇനി മരുഭൂമിയിൽ വെള്ളമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മരക്കൊത്തി പക്ഷിനെ ആശ്രയിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനൊന്നും സംഭവിച്ചില്ല. അങ്ങനെയല്ല അത്. നേരെ മറിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സൂക്ഷ്മതയാണ്. അദ്ദേഹത്തിൻ്റെ മഹാസൈന്യങ്ങളിൽ ഒരു പക്ഷിയെപ്പോലും അദ്ദേഹം നിരീക്ഷിക്കാതിരുന്നിട്ടില്ല. ഉണ്ടോ നോക്കി, തഫക്കത, കണ്ടില്ല. തഫക്കരത്തൈറ, പക്ഷിയെ അദ്ദേഹത്തിന് കാണാതെയായി. അപ്പോൾ ഫക്കാൽ അദ്ദേഹം ചോദിച്ചു, മാലിയ ലാ അറൽ ഹുദൂദ, എന്താണ് ലാ അറൽ ഹുദൂദ, ഹുദൂദ പക്ഷിയെ ഞാൻ കണ്ടുന്നില്ല. ഹുദൂദ് എന്ന് പറഞ്ഞാൽ ആ മരക്കൊത്തിയാണ്. മരക്കൊത്തി പക്ഷിയെ കാണുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന്. അം കാന മിനൽ ഗായിബീൻ, അതല്ല ഞാൻ കാണുന്നില്ല പറഞ്ഞാൽ വടോടയിലും കാണുന്നില്ല, എൻ്റെ കണ്ണിപ്പെടാത്തതാണോ? അം കാന മിനൽ ഗായിബീൻ, അതല്ലെങ്കിൽ അവൻ ഗായിബാണോ? ഗായിബ് എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആണോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ സദസ്സിൽ ഹാജരാവാതെ പോയിട്ടുണ്ടോ, എവിടേക്കെങ്കിലും പറന്നു പോയിട്ടുണ്ടോ? അതാണ് ഗായിബ്. ഹാദിർ, ഹാജർ, ഗായിബ്, ആബ്സെൻ്റ്. അപ്പോൾ നമ്മുടെ സദസ്സിൽ നിന്ന് ആബ്സെൻ്റ് ആണോ? അപ്പോൾ തൻ്റെ സൈന്യങ്ങളിൽ ഒരു കൊച്ചു പക്ഷിയെപ്പോലും സുലൈമാൻ നബി അലൈഹിസ്സലാം അശ്രദ്ധമായിരുന്നില്ല, അതിനെയൊക്കെ നിരീക്ഷിച്ചിരുന്നു ആ മഹാനായ പ്രവാചകൻ. അതാണ് അംകാന മിനൽ ഗായിബീൻ, അവൻ കാണാതെ പോയോ? എന്നിട്ട് സുലൈമാൻ നബി പറയല്ല, ഓ അദ്ദിബന്നഹു അദാബൻ ഷദീദൻ, അതിനെ ഞാൻ കഠിനമായി ശിക്ഷിക്കും. ഔല അദ്ബഹന്നഹു, അല്ലെങ്കിൽ ഞാനതിനെ അറുക്കും. ഔലിയ ഇത്തിയന്നി, അല്ലെങ്കിൽ അവൻ എനിക്ക് കൊണ്ടുവരിക തന്നെ വേണം. ബി സുൽത്താനി മുബീൻ, കൃത്യമായ ഒരു തെളിവ്. കാണാതെയായതിന്, ഇവിടുന്ന് സ്ഥലം വിട്ടതിന് ഒരു തെളിവ്, ഇന്ന കാരണത്താൽ സ്ഥലം വിട്ടു എന്ന തെളിവ് പറയണം. അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമെന്ന് മഹാരാജാവ് പറഞ്ഞ ആ രാജാവിൻ്റെ അപ്രമാദിത്വവും അധികാരവുമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്താ എന്നോട് ചോദിക്കാതെ എങ്ങനെയാണ്? അപ്പം അത്രയധികം ചെറിയ പക്ഷികളെപ്പോലും അദ്ദേഹം പറഞ്ഞിടത്ത് നിയന്ത്രിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു പ്രവാചകനായിരുന്നു എന്നാണ് ഈ ചരിത്രത്തിൽ അള്ളാഹ് പഠിപ്പിക്കുന്നത്. ഫമക്കസ ഗൈറ ബഈദിൻ, അങ്ങനെ അദ്ദേഹം മക്കസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഗൈറ ബഈദിൻ, വിദൂരമല്ലാത്ത അത്ര സമയം കഴിഞ്ഞു, അല്ല അധികമല്ലാത്ത ഒരു സമയം കഴിഞ്ഞപ്പോൾ ഫക്കാല, അപ്പോൾ അങ്ങനെ പിന്നെ ആ സമയം കഴിഞ്ഞ് അദ്ദേഹം അതിൽ വരികയാണ്. അത്രയധികം അതിൻ്റെ ആബ്സെൻ്റ്, ആ പക്ഷിയുടെ ആ പിന്നെ ആബ്സെൻ്റ്, അഭാവം അധികം വളരെ വിദൂരമല്ലാത്ത ഒരു സമയം പക്ഷി അങ്ങനെ കഴിച്ച് പിന്നെ അങ്ങോട്ട് വന്നു. ഫക്കാല, എന്നിട്ട് ആ പക്ഷി പറയുന്നു, അഹത്തു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ബിമാലം തൊഹിത്ത് ബിഹി, താങ്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം. വജിഇത്തുക, താങ്കൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, മിൻ സബഇൻ, സാബാ രാജ്യത്തിൽ നിന്ന്, ബിനബഇൻ യഖീൻ, കൃത്യതയുള്ള ഒരു വിവരം. ഇതെന്താ? അപ്പം അത്ര വലിയ കഴിവുകളുള്ള ഹുദ്ഹുദ പക്ഷി പോലും ആ സൈന്യങ്ങളിൽ നിന്ന് കാണാതെയായപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന സുലൈമാൻ നബിക്ക്
അപ്പുറത്തുള്ള സബ എന്ന് പറഞ്ഞാൽ യമനിലാണ്. യമൻ, ഇത് ഷാമിലാണ് നടക്കുന്നത് ഈ സംഭവം. യമനിലുള്ള സാബ രാജ്യത്ത് ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ഒരു രാജ്ഞിയുണ്ട്, അള്ളാഹു അല്ലാത്തവനെ ആരാധിക്കുന്ന വലിയ കൊട്ടാരമുണ്ട്. അതൊന്നും സുലൈമാൻ നബിക്ക് അറിയില്ല. അത്ര കഴിവുള്ള കാറ്റിനെ പോലും കീഴടക്കിയ സുലൈമാൻ നബിക്ക് അപ്പുറത്ത് സാബായിലുള്ള ഒരു പ്രവാചകനെ, ഒരു രാജ്ഞിയെയും കുടുംബത്തെയും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്ര കഴിവുണ്ടായിട്ടും ആ പ്രവാചകന് അല്ലാഹു തആല അദൃശ്യകാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെ ഒരു മൊയ്ജിസത്തായിട്ട് കൊടുക്കുമ്പോൾ അത് കൊടുക്കും എന്നല്ലാതെ എല്ലാ അദൃശ്യകാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നിട്ട് ആ സുലൈമാൻ നബിക്ക് അത് അറിയിച്ചു കൊടുക്കുന്നത് ഒരു പക്ഷിയാണ് എന്നിങ്ങനെയുള്ള പാഠമാണ്. ആ സാബായിലെ സംഭവം എന്താണെന്നുള്ളതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇത്തരം ആയത്തുകളിൽ നിന്നും മൊയ്ജിസത്തുകളിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഗുണപാഠം അള്ളാഹു അതിൻ്റെ ഇടയിൽ കൂടി പറയുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.